നമസ്കാരം. അക്വാട്രൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ നിങ്ങളൊരു വാട്ടർ ഫിൽട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളാണോ? ആണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. നമ്മളൊരു വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്? അല്ലെങ്കിൽ ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങി നിങ്ങളൊരു തട്ടിപ്പിനിരയാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്? നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വാട്ടർ പ്യൂരിഫയർ വാങ്ങി തട്ടിപ്പിനിരയായി, അല്ലെങ്കിൽ വാട്ടർ ഫിൽട്ടർ ഇൻസ്റ്റാൾ ചെയ്തു തട്ടിപ്പിനിരയായി എന്നുള്ള കാര്യം. എന്താണ് ഈ ഒരു കാര്യങ്ങളുടെ സത്യാവസ്ഥ? നമുക്ക് അന്വേഷിക്കാം വിശദമായി തന്നെ. ഓക്കെ, നമ്മൾ വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നതിന് മുന്നേ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC പോലെയുള്ള അപ്ലയൻസസ് വാങ്ങുന്ന പോലെ വാങ്ങേണ്ട ഒന്നാണ് വാട്ടർ പ്യൂരിഫയർ. ഞാൻ പറയും അല്ല. നമ്മൾ വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാൻ വേണ്ടി ആദ്യം എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ശരി, നമ്മളിപ്പോൾ വീടായിക്കോട്ടെ, നിങ്ങളുടെ സ്ഥാപനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെയാണ് ഒരു വെള്ളത്തിനൊരു പ്രശ്നം, ഒരു പ്രോബ്ലം നിങ്ങൾ എവിടെയാണോ ഐഡൻറ്റിഫൈ ചെയ്തത്, നിങ്ങൾക്ക് അവിടെ മനസ്സിലായി ഒരു വാട്ടർ ഫിൽട്രേഷൻ വച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യം നമ്മൾ എന്താ ചെയ്യാം? ആസ് എ കസ്റ്റമർ നമ്മൾ ആദ്യം ചെയ്യാം, എൻക്വയറി നടത്തും. ഉറപ്പായിട്ടും നമ്മൾ പറയാം, വാട്ടർ പ്യൂരിഫയർ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണ്. കുറച്ച് നമ്മൾ പൈസ മുടക്കുന്നതിന് മുന്നേ ഉറപ്പായിട്ടും നമ്മൾ അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നതിന് മുന്നേ എൻക്വയറികൾ നടത്തും. നമ്മൾ പല കമ്പനികളിൽ വിളിച്ച് ചോദിക്കും, ഓൺലൈനിൽ പ്രൈസുകൾ നോക്കും. അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സ് വഴിയും നമ്മൾ അന്വേഷണങ്ങൾ നടത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ആദ്യ അന്വേഷണത്തിന് എന്തായിരിക്കും, എത്രയാണ് ഇതിൻ്റെ പ്രൈസ്, എത്രയാണ് വില എന്നുള്ള കാര്യമാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ശരിയല്ലേ? നമ്മൾ വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നതിന് മുന്നേ ചിലപ്പോൾ നമ്മൾ ബിസ്മി, നന്ദിലത്ത് പോലെയുള്ള ഷോപ്പുകളിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ പോലെ ഒരുപാട് അപ്ലയൻസസ് ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഫ്രിഡ്ജ് നേരെ പോയി നമുക്കൊരു ചോദിക്കാം, നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു ഫ്രിഡ്ജ് വാങ്ങാം. അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എത്രയാണ് പ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അപ്പോൾ അതിൻ്റെ പ്രൈസ് പറഞ്ഞു തരും. അതിലിപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാനില്ല. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങി വരിക. കാരണം സിംഗിൾ ഡോറിന് ഒരു പ്രൈസ്, ഡബിൾ ഡോറിന് വേറെ പ്രൈസ്, അതിനകത്ത് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, അതിപ്പോൾ ഏതാണെങ്കിലും നമുക്ക് അതിൻ്റെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് നമുക്ക് വാങ്ങിയിട്ട് പോരാൻ പറ്റും. പക്ഷേ നമ്മളവിടെ പോയി നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ നമ്മൾ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നു, ലൈക്ക് അവിടെ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ വഴി, ഫ്ലിപ്കാർട്ട് വഴി, ആമസോൺ വഴി നമ്മൾ വളരെ സ്മാർട്ടായിട്ട് 3000 രൂപ അല്ലെങ്കിൽ 1000 രൂപ, 1500 രൂപയ്ക്ക് വരെ നമ്മളൊരു വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നു. ശരി, ഇതാണ് ഒന്നാമത്തെ തെറ്റ്. ഇത് നമ്മൾ ചിലപ്പോൾ വാങ്ങും. നമ്മളിപ്പോൾ ഒരു ബ്രാൻഡഡ് തന്നെ, നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ തന്നെ ആയിരിക്കും നിങ്ങൾ വാങ്ങുന്നത്. ഉറപ്പായിട്ട് ചിലപ്പോൾ വില കുറഞ്ഞല്ല ആയിരിക്കില്ല നോക്കുക, നല്ലത് നിങ്ങൾ വാങ്ങി വയ്ക്കുന്നുണ്ടാവും. പക്ഷെ എന്നിട്ട് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും, വെള്ളത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്തായിരിക്കും അതിന് കാരണം? അപ്പോൾ നമ്മൾ പറയും, നമ്മൾ ആ കമ്പനിയുടെ വാട്ടർ പ്യൂരിഫയർ വാങ്ങി ഞങ്ങൾ തട്ടിപ്പിനിരയായി. ഒന്നാമത്തെ റീസൺ അതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു തട്ടിപ്പിനിരയാൻ കാരണം? ശരി, നമുക്ക് ഇനി ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. നമ്മളൊരു വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്നതിന് മുന്നേ നമ്മൾ എൻക്വയറി നടത്തും. പല കമ്പനികളും നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പലരുമായി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം. ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു വാട്ടർ ഫിൽട്രേഷൻ സയന്റിഫിക്കായി ചെയ്തു തരുന്ന ഒരു കമ്പനിയെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നത് ഇതായിരിക്കും, എത്രയാണ് നിങ്ങളുടെ വാട്ടർ ഫിൽറ്ററിന്റെ പ്രൈസ്, എത്രയാണ് നിങ്ങളുടെ പ്യൂരിഫയറിന്റെ പ്രൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാ കസ്റ്റമേഴ്സും ഒരു കമ്പനിയെ കോൺടാക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ ആ കമ്പനി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ആദ്യം നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ വെള്ളത്തിന്റെ സോഴ്സ് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോർപ്പറേഷൻ വെള്ളം ഉണ്ടാവാം, അല്ലെങ്കിൽ ബോർവെൽ ഉണ്ടാവാം, വെല്ലുണ്ടാവാം, ഓപ്പൺ സോഴ്സസ് ഉണ്ടാവാം, ഏതും ഉണ്ടാവാം. ഓക്കെ, അപ്പം നമ്മളത് പറഞ്ഞു. പിന്നെ അവർ ചോദിക്കുന്നത്, നിങ്ങളുടെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, വെള്ളം ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കും. അതിനുശേഷം നിങ്ങളുടെ എത്ര ലിറ്റർ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് ടാങ്ക് എത്രയാണ്, എത്ര ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങളുടെ പമ്പിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, എത്ര HP പമ്പാണ് യൂസ് ചെയ്യുന്നത്, കൂടി വന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ പ്ലംബിംഗ് ലൈനിൻ്റെ സൈസ് എത്രയാണ്, നിങ്ങളുടെ PVC സൈസ് 1.5 ഇഞ്ചാണോ 2 ഇഞ്ചാണോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ആക്ച്വലി കസ്റ്റമേഴ്സ് ഇതൊന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ആകെ അറിയേണ്ടത് നിങ്ങളുടെ പ്രൈസ് എന്ന്. നിങ്ങളുടെ പ്രൈസ് പറയുന്നേ, ബാക്കി അതിനുശേഷമൊക്കെ പിന്നെയല്ലേ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രൈസ് പറയും, അതിനുശേഷം നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. ആ രീതിയിലാണ് കസ്റ്റമറുടെ ഒരു ബിഹേവിയർ. അവരെ കുറ്റം പറയാൻ പറ്റൂല. കാരണം അത്രയധികം കാര്യങ്ങൾ പറയുന്നതിനാ. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പോകുന്നു, നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് പറയും, നമുക്കത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ തട്ടിപ്പ്. നമ്മൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി
നിങ്ങൾ ഈ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞു, ആ ഒരു പ്രൈസ് നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രൈസ് കിട്ടി, നിങ്ങൾ ഓക്കെ കമ്പാരിറ്റീവ്ലി ബെറ്റർ പ്രൈസിൽ നിന്ന് നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്തു, നിങ്ങൾ ആ പ്യൂരിഫയർ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്തു, അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു തട്ടിപ്പിനിരയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം? ശരി, നമുക്കിനി ആദ്യം മൂലം പരിശോധിക്കാം. റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം എന്താണ് വെള്ളത്തിലെ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ നല്ലൊരു കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ വെള്ളത്തിൻ്റെ റിപ്പോർട്ട് കാണിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്താണ് നിങ്ങളുടെ വെള്ളത്തിൻ്റെ പ്രശ്നം, ഇതിന് എന്ത് ടൈപ്പ് ഫിൽട്രേഷനാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വെള്ളത്തിൽ നിന്ന് തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആദ്യത്തെ കാര്യങ്ങൾ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ വെള്ളം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് മാത്രം നിങ്ങളൊരു വാട്ടർ പ്യൂരിഫയർ, ഒരു വാട്ടർ ഫിൽട്ടർ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇൻ കേസ് നിങ്ങളുടെ വെള്ളത്തിൻ്റെ പ്രശ്നം ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരാൾ നമുക്കൊരു വാട്ടർ ഫിൽട്ടർ ഓഫർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു വാട്ടർ പ്യൂരിഫയർ വാങ്ങുക എന്നുണ്ടെങ്കിൽ, നമ്മളൊരു കമ്പനി ഒരാളുടെ അടുത്ത് നിങ്ങളൊരു വാട്ടർ പ്യൂരിഫയർ വാങ്ങുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് ആ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഫീച്ചേഴ്സ്, എന്താണ് ആ വാട്ടർ പ്യൂരിഫയർ, പല വാട്ടർ പ്യൂരിഫയർ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് മാറുന്നത്, നിങ്ങളുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ പ്രശ്നം എന്താണ്, നിങ്ങളുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആ വാട്ടർ ഫിൽറ്ററിൻ്റെ ഫീച്ചേഴ്സിലുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുക. അത് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മുടെ നോളജ് വർദ്ധിപ്പിച്ച് നമ്മളങ്ങനെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു തട്ടിപ്പിൽ നിന്ന് ഇരയാകില്ല, എന്നാൽ തട്ടിപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് വാട്ടർ ഫിൽട്രേഷനുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ വെള്ളത്തിൻ്റെ നേച്ചർ മനസ്സിലാക്കാൻ ഒരു വാട്ടർ പ്യൂരിഫയർ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഡ്വൈസോ വേണമെങ്കിൽ ഉറപ്പായും നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വാട്ടർ ഫിൽട്രേഷനുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള കൺസൾട്ടേഷനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.